നല്ല ആളുകളൊക്കെ നല്ല പ്രതികരണമായിരുന്നു. പിന്നെ ജനങ്ങളെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് വേങ്ങര മണ്ഡലമാണ്, ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രവർത്തന മണ്ഡലം കൂടിയാണ്. പാർട്ടിക്ക് കൂടുതൽ സപ്പോർട്ടുള്ള ഒരു ഏരിയ കൂടിയാണല്ലോ. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് മലപ്പുറത്തെ ഒരു വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു. നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള യാസ്മിൻ അരിമ്പ്ര ഇത്തവണ ചേറൂർ ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ചത്. 33,000-ലധികം ഭൂരിപക്ഷമാണ് ഇത്തവണ നേടിയത്. ഇപ്പോൾ യാസ്മിൻ അരിമ്പ്ര തന്നെ നമ്മോടൊപ്പം മീഡിയാവിനൊപ്പം ചേരുകയാണ്. വലിയൊരു ഭൂരിപക്ഷമാണ് നേടിയത്. ഒരുപക്ഷെ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു ഭൂരിപക്ഷം എന്നൊക്കെ പറയാം. പ്രതീക്ഷിച്ചിരുന്നോ? നമ്മളവിടെ വേങ്ങര മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ നല്ല ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഇത്ര രീതിയിലില്ലെങ്കിലും അവിടെ നമ്മൾ നല്ല ഇത് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രചരണത്തിനൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ എന്തായിരുന്നു പ്രതികരണം? നല്ല ആളുകളൊക്കെ നല്ല പ്രതികരണമായിരുന്നു. പിന്നെ ജനങ്ങളെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് വേങ്ങര മണ്ഡലമാണ്, ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രവർത്തന മണ്ഡലം കൂടിയാണ്. പാർട്ടിക്ക് കൂടുതൽ സപ്പോർട്ടുള്ള ഒരു ഏരിയ കൂടിയാണല്ലോ. വിജയം ഉറപ്പായിരുന്നു, പക്ഷേ ഒരു ഭൂരിപക്ഷം ഇത്ര വലിയൊരു ഭൂരിപക്ഷം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. എങ്കിലും അറിയാം, അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റേറ്റിലെ വന്നിരിക്കുന്നത് വേങ്ങര മണ്ഡലത്തിൽ നിന്നാണ്. ഇപ്പോൾ ചേറൂർ ഡിവിഷൻ പുതിയ ഒരു ഡിവിഷനാണ്. അപ്പോൾ അതെങ്ങനെ ആവും എന്നുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തവണ നന്നമ്പ്രയായിരുന്നു മത്സരിച്ചത്. ഇത് എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? 24,000 സംതിങ് ആയിരുന്നു നന്നമ്പ്ര ഡിവിഷനിലെ ഭൂരിപക്ഷം. ഇത്തവണ അതിലും കൂടുതലായി, അതിലും കൂടിയിട്ടുണ്ട്. ഇത് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണോ? അതെ, കൂടുതൽ. അത് എപ്പോഴാണ് അറിയുന്നത്? ഇങ്ങനെ ഇന്ന് വൈകിട്ടാണ് നമ്മളെല്ലാ റിസൾട്ടും പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഓരോരുത്തരെ അഭിനന്ദിക്കാൻ വിളിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ളതെന്ന്. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നല്ലോ, അന്നത്തെ പ്രവർത്തനത്തിലുള്ള ഒരു അംഗീകാരം കൂടിയാണോ? തീർച്ചയായും. കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ എന്ന നിലയിലും ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട്. കാരണം 5 വർഷം ഈ കഴിഞ്ഞ ഭരണസമിതി നല്ല പദ്ധതികളൊക്കെ കാഴ്ചവെച്ചതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതെ ജില്ലാ പഞ്ചായത്തിന് ഇതാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നന്നമ്പ്ര ഡിവിഷനിലും ഒട്ടനവധി വേറിട്ട പദ്ധതികൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടിയാണ് ഒരു അംഗീകാരമായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ ഇത്തവണ വലിയ ഭൂരിപക്ഷം നേടിയ ആളായിട്ട് ജില്ലാ പഞ്ചായത്തിലുണ്ടാവും? തീർച്ചയായും ഉണ്ടാവും. നല്ല പദ്ധതികൾ എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം തന്ന എൻ്റെ വോട്ടർമാർക്ക് വേണ്ടി നല്ല പദ്ധതികൾ കാഴ്ചവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. നേതാക്കന്മാരൊക്കെ വിളിച്ചിരുന്നോ? എല്ലാവരും വിളിച്ചിരുന്നു. എല്ലാവരും ഞാനും പോയി കണ്ടിട്ടുണ്ട്. എല്ലാവരും എന്നെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2ാം ടേമിലും ജില്ലാ പഞ്ചായത്തിൽ ഇനി ചേറൂർ ഡിവിഷന് വേണ്ടി പ്രവർത്തിക്കും? അതെ, ആ ഡിവിഷനിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏതായാലും സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷമാണ് ഈ 33,000 സംതിങ് ഭൂരിപക്ഷം എന്നുള്ളത്. അത് വലിയ ഒരു ഭൂരിപക്ഷം ചേറൂർ ഡിവിഷനിൽ നിന്ന് യാസ്മിൻ അരിമ്പ്രയ്ക്ക് നേടിയിരിക്കുന്നത്. 2ാം തവണയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് അവർ മത്സരിക്കുകയും ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്ന് അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.